ആകാശവാണി വാർത്താ വീക്ഷണം. സ്ലോവാക്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനം. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിക്കുന്നത് അനിൽകുമാർ. സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് മെയ് 15 5 തവണ വെടിയേറ്റു. വളരെ ഗുരുതരമായ പരിക്കാണേറ്റത്. കൊല്ലാനുള്ള ശ്രമമാണ് ഇതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊലപാതക ശ്രമം നടത്തി എന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്കാണ് ഫിക്കോ വിധേയനായത്. ഹാൻലോവ പട്ടണത്തിലെ ബാനിക്കോവ് ചത്തുരത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. തെരുവിൽ നിൽക്കുകയായിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ആശംസകളുമായി അരികിലെത്തിയപ്പോഴാണ് അക്രമി വെടിയുതിർത്തത്. 5 തവണയാണ് ബാരിക്കേഡിന് പുറത്തുനിന്ന് വെടിവെച്ചത്. സുരക്ഷാ ഭടന്മാർക്ക് എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല എന്നത് ദുരൂഹമായി അവശേഷിക്കുന്നു. ജുരാജ് സി എന്നു പേരുള്ള 71 വയസ്സുകാരനാണ് വെടിയുതിർത്തതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. ഇയാൾ കസ്റ്റഡിയിൽ തുടരുമെന്ന് പ്രത്യേക ക്രിമിനൽ കോടതി അറിയിച്ചു. 59-കാരനാണ് ഫിക്കോ. 3-ാം വട്ടമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത്. യുക്രൈനിനുള്ള യൂറോപ്യൻ സഹായത്തെ എതിർക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ യുക്രൈനെതിരെ നിലപാടെടുത്ത ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബനൊപ്പമായിരുന്നു ഫിക്കോ. വ്ളാദിമിർ പുടിന്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു. ഫിക്കോയുടെ അവസ്ഥ മോശമായി തുടരുകയാണെന്ന് സ്ലോവാക്യയുടെ ആഭ്യന്തരമന്ത്രി അറിയിച്ചു. എന്നാൽ ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് ഉപപ്രധാനമന്ത്രി BBC-യോട് പറഞ്ഞു. ഫിക്കോ ജീവനോടെ തിരിച്ചുവരുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് സ്ലോവാക്യയുടെ ചരിത്രം. അവസാന പാദത്തിൽ സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി. തുടർന്ന് പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും പുറത്തായി. അക്കാലത്ത് ചെക്കോസ്ലോവാക്യ എന്ന മാതൃരാജ്യത്തിൽ നിന്നും വേർപെട്ടതാണ് സ്ലോവാക്യ. അക്രമി ആരെന്ന് വെളിപ്പെടുത്താൻ ആഭ്യന്തരമന്ത്രി മാതുസ് സുദാജെസ്തോക്ക് വിസമ്മതിച്ചു. വരും ദിവസങ്ങളിൽ പറയാം എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മാധ്യമങ്ങളും പൌരസമൂഹവും വധശ്രമങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കും. കഴിഞ്ഞ വർഷമാണ് ഫിക്കോയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത്. ഇതൊരു അസാധാരണമായ തിരിച്ചുവരവായിരുന്നു. എന്തെന്നാൽ 2018 അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്നായിരുന്നു ഇത്. തെരുവുകൾ അന്ന് പ്രതിഷേധങ്ങൾ കൊണ്ട് പ്രകമ്പിതമായിരുന്നു. ലാൻലോവ ഹൌസ് ഓഫ് കൾച്ചറിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് വെടിയേറ്റത്. തുടർന്ന് സ്ലോവാക്യൻ പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിച്ചു. പാർലമെന്റിന് ചുറ്റുമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഈ ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇതൊരു ഭീകരമായ ആക്രമണമാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. സ്ലോവാക്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് റോബർട്ടോ ഫിക്കോ. സ്വാതന്ത്ര്യം കിട്ടിയ 1993 മുതൽ ആ നാട് ഏറ്റവും അധികം കാലം ഭരിച്ചയാളാണ് ഫിക്കോ. 1/2 കോടി ജനങ്ങളുള്ള രാജ്യമാണ് സ്ലോവാക്യ. വെൽവെറ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭത്തിന് ശേഷമാണ് സ്ലോവാക്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്നത്തെ ചെക്കോസ്ലോവാക്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെയായിരുന്നു പ്രക്ഷോഭം. അത് തുടങ്ങിയത് 1989 മുതലാണ്. ബെർലിൻ മതിൽ തകർന്ന വർഷം. സ്ലോവാക്യയുടെ പ്രസിഡന്റായ സൂസന ക്യാപുറ്റോവ പറഞ്ഞത് ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്നാണ്. ബ്രട്ടിസ്ലാവിയയിൽ മാധ്യമസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. നിയുക്ത പ്രസിഡന്റ് പീറ്റർ പെല്ലേഗ്രിനിയും ഇത് ആവർത്തിച്ചു. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് നേരെയുള്ള ആക്രമണം സ്ലോവാക്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള അപ്രതീക്ഷിത ഭീഷണിയാണെന്ന് അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രകടിപ്പിക്കുന്നതിന് പകരം തെരുവുകളിൽ തോക്കുകളുമായി പ്രകടിപ്പിക്കുന്നത് 31 വർഷം കൊണ്ട് സ്ലോവാക്യ നേടിയ പരമാധികാരത്തെയും അതിന്റെ നേട്ടങ്ങളെയും അപകടപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. ഹാൻഡ്ലോവയ്ക്കടുത്ത് തന്നെയുള്ള ബെൻസ്ക ബിസ്ട്രിക്കയിലെ FD റൂസ്വെൽറ്റ് ആശുപത്രിയിലാണ് ഫിക്കോ ഇപ്പോൾ ചികിത്സയിലുള്ളത്. തലസ്ഥാനമായ ബ്രാറ്റി സാൽവിയയിൽ ഇതിലും നല്ല ആശുപത്രികളുണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ അധിക സമയമെടുക്കും. അതുകൊണ്ടാണ് ജീവരക്ഷാർത്ഥം ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് സ്ലോവാക്യ. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് നേരെയുള്ള ആക്രമണം സമീപകാല യൂറോപ്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വധശ്രമം യൂറോപ്പിലെങ്ങും ആഘാത തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. കറുത്ത സെഡാൻ കാറിലാണ് ഫിക്കോ സഞ്ചരിച്ചിരുന്നത്. സുരക്ഷാ ഭടന്മാർ അതിനു ചുറ്റുമോടുന്ന ചിത്രം റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. അക്രമിയെ തറയിൽ വീഴ്ത്തിയാണ് സുരക്ഷാ ഭടന്മാർ കയ്യാമം വച്ചത്. യൂറോപ്യൻ യൂണിയനിലെയും മറ്റു രാജ്യങ്ങളിലെയും നേതാക്കൾ വധശ്രമത്തിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്രമിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫിക്കോ നേരത്തെ 2006 മുതൽ 2010 വരെയും 2012 മുതൽ 2018 വരെയും പ്രധാനമന്ത്രി പദത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ പാർട്ടിയായ ഡയറക്ഷൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അദ്ദേഹം രൂപവൽക്കരിച്ചത് 1999-ലാണ്.
ആദ്യമായി പാർലമെന്റ് അംഗമായത് 1992 അടുത്ത വർഷം യൂറോപ്യൻ കൌൺസിലിലേക്കുള്ള പാർലമെന്ററി അസംബ്ലിയുടെ ചെക്കോസ്ലോവാക്ക് പ്രതിനിധിയായി. ഉസ്മർ എസ് എന്ന സ്ലോവാക്ക് ഭാഷയിൽ അറിയപ്പെടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 2006 വിജയിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ജനകീയമാണെന്ന് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 2010 പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. തുടർന്ന് 2012 അദ്ദേഹത്തിന്റെ പാർട്ടി വൻ ഭൂരിപക്ഷം നേടി. അടുത്ത വർഷം 2014 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ എതിരാളിയായ ആന്ദ്രേ കിസ്കയോട് പരാജയപ്പെട്ടു. ഷാൻ കുസിയാക്ക് എന്ന അന്വേഷണാത്മക പത്രപ്രവർത്തകന്റെ വധത്തെ തുടർന്ന് 2018 മാർച്ചിൽ അദ്ദേഹം രാജിവെച്ചു. ഉപപ്രധാനമന്ത്രി പീറ്റർ പെലഗ്രിനിയെ പുതിയ മന്ത്രിസഭ രൂപവൽക്കരിക്കാൻ അദ്ദേഹം അന്ന് ചുമതലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അയൽ രാഷ്ട്രമായ യുക്രൈനിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. അദ്ദേഹത്തിന്റെ പാർട്ടി 42 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പെലഗ്രിനിയുടെ സോഷ്യൽ ഡെമോക്രസി പാർട്ടിയുമായി ചേർന്ന് ഒക്ടോബർ 25 അദ്ദേഹം അധികാരമേറ്റു. യുക്രൈനിനുള്ള സൈനിക സഹായം നിർത്തലാക്കി. മാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അഴിമതി നിരോധനത്തിന് നിയമിതനായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പിരിച്ചുവിട്ടു. തൽഫലമായി ജനരോഷം ഇരമ്പി. നിത്ര പ്രദേശത്തെ ടോപോൾക്കനി എന്ന സ്ഥലത്താണ് ഫിക്കോ ജനിച്ചത്. ഹിറൂസോഗിനി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം വളർന്നത്. കൊമനിയസ് സർവകലാശാലയിലെ നിയമപഠനത്തിനു ശേഷം അദ്ദേഹം നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. ചെക്കോസ്ലോവാക്യയിലെ വധശിക്ഷ എന്നതായിരുന്നു ഫിക്കോയുടെ ഗവേഷണ വിഷയം. ആഭ്യന്തരമന്ത്രിയുടെ അഭിപ്രായമനുസരിച്ച് ശസ്ത്രക്രിയയുടെ സങ്കീർണതകളോട് ഫിക്കോ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇന്നോ നാളെയോ അറിയാം. ഇപ്പോഴും മരണത്തോട് മല്ലടിക്കുകയാണ് ഈ ജനകീയ പ്രധാനമന്ത്രി. സങ്കീർണ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് മത്സരിച്ച് വിജയിച്ച അദ്ദേഹം ഇതിലും വിജയിക്കുമെന്ന് വിശ്വസിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. സ്ലോവാക്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനം. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.